PR അരവിന്ദ് ഛത്തീസ്ഗഡിൽ നിന്ന് ചേരുന്നുണ്ട്. അരവിന്ദ്, ഇനി അറിയേണ്ടത് എപ്പോഴാണ് കന്യാസ്ത്രീകൾ പുറത്തേക്ക് എന്നുള്ളതാണ്. അതിന്റെ നടപടികളിലേക്ക് കടന്നോ? എന്തായാലും അല്പസമയത്തിനകം തന്നെ മോചനം സാധ്യമാകുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ NIA ബിലാസ്പൂർ കോടതിയിൽ നിന്ന് ഡിജിറ്റൽ വഴിയായി, അതായത് ഇമെയിലായി മജിസ്റ്റീരിയൽ കോടതിയിലേക്ക് ഈ ജാമ്യാപേക്ഷയും അതുപോലെ തന്നെ ജാമ്യം ലഭിച്ചു എന്ന വിവരം കൈമാറും. അവിടെ നിന്ന് നേരിട്ടായിരിക്കും കോടതിയിലേക്ക്, മജിസ്ട്രേറ്റ് കോർട്ടിൽ നിന്ന് നേരിട്ടായിരിക്കും ഇത്തരത്തിൽ ജയിലിലേക്ക് എത്തുക. ജയിലിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ മിനിറ്റുകൾ മാത്രമായിരിക്കും ഈ ജയിൽ മോചനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരിക. ഇപ്പോൾ ഒരിക്കൽ കൂടി പ്രീതി സിസ്റ്ററുടെ സഹോദരൻ നമ്മളോട് ചേരുന്നുണ്ട്. അവിടെ നിന്ന് നടപടികളെല്ലാം ആരംഭിച്ചു എന്നുള്ള വിവരം കിട്ടി. ആരംഭിച്ചു, എത്രയും വേഗം എത്തുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഒരു സമയം പോലും പറഞ്ഞു എപ്പോഴത്തേക്ക്? 1 മണിക്ക് ശേഷം എത്തുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. നാട്ടിലോട്ട് എന്തെങ്കിലും എങ്ങോട്ടാണ് പോകുന്നതിനെ കുറിച്ച് അത് തീർച്ചയായിട്ടും അവരുടെ കോൺവെന്റ് ആയിരിക്കുള്ളൂ. കാരണം എന്തെങ്കിലും ഉപാധികളൊക്കെ വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അപ്പൊ നേരിട്ട് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അവർ നിന്ന് മഠത്തിലേക്ക് തന്നെ ഹാൻഡ് ഓവർ ചെയ്ത്. ഇപ്പോൾ ജബീമേത്തർ MP കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഈ നിമിഷം പറയാനുള്ളത്, തീർച്ചയായും ഇതൊരു സന്തോഷത്തിന്റെയും ഒരു സമാധാനത്തിന്റെയും ഒരു മുഹൂർത്തം തന്നെയാണ്. ജയിലിൽ ഞങ്ങൾ അകത്ത് കയറി സിസ്റ്റർമാരോട്, അവർ ആ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. അവരെ കണ്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുനീർ, ഒരുപാട് കാര്യങ്ങളാണ് അവരുടെ കണ്ണുനീരിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും, പക്ഷെ അതിന്റെയൊക്കെ ഉള്ളിൽ അവരനുഭവിച്ച ആ ഒരു വേദനയും അതിൽ വ്യക്തമായിരുന്നു. ഏതായാലും BJPയുടെ ബജ്രംഗ് ദളിന്റെ ഒക്കെ അവരുടെ അജണ്ട, BJPയുടെ ഇരട്ട മുഖം ഈ ഒരു സാഹചര്യത്തോടു കൂടി വളരെ വ്യക്തമായിരിക്കുന്നത് കൂടി നമ്മൾ കാണുകയാണ്. നമ്മളോടൊരു കാര്യം പറയുന്നു, കേരളത്തിലൊരു കാര്യം പറയുന്നു, ഇവിടെ വന്ന് സർക്കാർ തന്നെ അതിനെ എതിർക്കുന്നു, പ്രോസിക്യൂഷൻ എതിർക്കുന്നു. അപ്പോൾ തീർച്ചയായും അവരുടെ ആ ഒരു ഇരട്ട മുഖം എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. ഏതായാലും ഈ നിമിഷം നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. തീർച്ചയായും ഒരു സന്തോഷത്തിന്റെ മുഹൂർത്തം തന്നെയാണ്.